റാപ്പർ വേടൻ വിഷയത്തിൽ ശശികല ടീച്ചറെയും ഹിന്ദു ഐക്യവേദിയെയും സമൂഹമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. കൊടംതുരുത്ത് സ്വദേശി രാജേഷിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. യുവാവിന്റെ പരാമർശങ്ങൾ തന്നെ മാനസികമായി വേദനിപ്പിച്ചുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ശശികല ടീച്ചർ പറഞ്ഞു. രാജേഷ് രാജു എന്ന ഫേസ്ബുക്ക് പേജിലൂടെ കഴിഞ്ഞ 25-നാണ് കോടംതുരുത്ത് സ്വദേശി രാജേഷ് ശശികല ടീച്ചറെയും ഹിന്ദു ഐക്യവേദിയെയും അധിക്ഷേപിക്കുകയും സാമുദായിക സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുകയും ചെയ്തത്. സംഭവത്തിൽ കുത്തിയതോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. യുവാവിൻ്റെ പരാമർശങ്ങൾ മാനസികമായി വലിയ വേദന ഉണ്ടാക്കിയതായും 6 മാസം മുമ്പ് തൻ്റെ ഭർത്താവ് മരിച്ചതാണെന്നും അദ്ദേഹത്തെ അടക്കം പരാമർശിച്ചുള്ള അവഹേളനം സഹിക്കാവുന്നതിനും അപ്പുറമാണെന്നും ശശികല ടീച്ചർ പറഞ്ഞു. സ്ത്രീത്വത്തെ അവഹേളിക്കുന്നതായിരുന്നു പോസ്റ്റെന്നും രാഷ്ട്രീയവും സംഘടനാപരവുമായ വിമർശനങ്ങളെ ചിരിച്ചുകൊണ്ടേ നേരിട്ടിട്ടുള്ളൂ എന്നും എന്നാൽ ഇതങ്ങനെയല്ല കാണുന്നത്, നിയമ നടപടി തുടരുമെന്നും ശശികല ടീച്ചർ വ്യക്തമാക്കി. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 6 മാസമായിട്ടില്ല. ആ ഭർത്താവിനെ പോലും അതിൽ ചേർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ആ വാചകം ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി. അധിക്ഷേപം നടത്തുന്നത് വിധത്തിൽ അതും തികച്ചും ആഭാസകരമായ വിധത്തിൽ ഒരു പ്രതികരണം നടത്തിയത് ഒരിക്കലും സഹിക്കാനോ ക്ഷമിക്കാനോ സാധ്യമല്ല. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വേടനോ ഏതെങ്കിലും കലാരൂപത്തിനോ താൻ എതിരല്ലെന്നും പട്ടികജാതി വികസന ഫണ്ട് വിനിയോഗിച്ച രീതിയെയും ലഹരിക്കെതിരായ പരിപാടി സംഘടിപ്പിച്ച രീതിയെയുമാണ് വിമർശിച്ചതെന്നും ശശികല ടീച്ചർ പറഞ്ഞു. എനിക്ക് ആ ഒരു വ്യക്തിയോ ഒരു കലാരൂപമോ ഒന്നും വിഷയമല്ല. എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയോട് എനിക്ക് എന്തിനാ ഒരു പ്രശ്നം കിടക്കുന്നത്? ഞാൻ അന്നത് അവിടെ പറഞ്ഞത് പലവട്ടം ആവർത്തിച്ചതാണ്. അത് പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് വകമാറ്റുന്നതിനെതിരെയും രാസലഹരി വ്യാപനത്തിൽ സർക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഫണ്ട് വകമാറ്റുമ്പോൾ അത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ നടത്തേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു പരിപാടിയല്ല. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.